ഹായ് ഗൈസ്, വെൽക്കം ടു റത്നി വേൾഡ്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ മിക്ക ആളുകൾക്കും ഈ ഒരു ലൊക്കേഷനും എന്താ സംഭവം എന്നൊക്കെ പിടികിട്ടിക്കാണും. അതെ, കോട്ടയത്തുള്ള ആമ്പൽപ്പാടത്തിൻ്റെ കാര്യമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സീസണൊക്കെ തുടങ്ങി എത്രയോ നാളായി, ഇപ്പോഴാണോ ഈ വീഡിയോ? ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ ഒരു കാര്യമുണ്ട്. ഇനി ആരെങ്കിലും ഈ ഒരു ആമ്പൽപ്പാടത്തിൻ്റെ ഭംഗി കാണാൻ പോകാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഒരു മുന്നറിയിപ്പാണിത്. എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഈ വീക്കെൻഡിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാര്യം ഇതിൻ്റെ സീസൺ ടൈം കഴിയാറായി. പിന്നെ ആമ്പൽപ്പാടം കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, അതിരാവിലെ തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. കാര്യം, സൂര്യൻ ഉദിച്ച് ഒരിച്ചിരി വെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ആമ്പൽ പൂവുകൾ വാടിപ്പോവും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗിയൊന്നും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും കാണാൻ പറ്റില്ല. സൂര്യൻ ഉദയിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ആമ്പൽപ്പാടത്തിൽ എത്താൻ വേണ്ടി മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ള ഒരു കാര്യം, ഇത് നമ്മൾ കോമൺലി വീഡിയോസിലൊക്കെ കാണുന്ന മലരിക്കൽ എന്നുള്ളൊരു സ്ഥലമല്ല. ഞങ്ങൾ പോയത് വേറൊരു സ്പോട്ടിലാണ്. ആ ഒരു സ്പോട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ പറയുന്നത്. നമുക്ക് സ്നേഹക്കൂട് അഭയമന്ദിരം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കിട്ടും. ആ ഒരു അഭയമന്ദിരത്തിൻ്റെ താഴേക്കുള്ള ഈ റോഡ് ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ആമ്പൽപ്പാടത്തിലാണ് കേട്ടോ. ഞാൻ അവിടുത്തെ ആ ഒരു കോണ്ടാക്ട് നമ്പേഴ്സൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കൊല്ലാട് കിഴക്കുപുറം എന്നുള്ള സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് അവിടെ ആമ്പലിൻ്റെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞതിന് ശേഷം പുറപ്പെട്ടു പോയാൽ മതിയാകും. പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ബോട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഈ വർഷം തന്നെ ഈ ഒരു ആമ്പൽപ്പാടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, വേഗം പൊയ്ക്കോളൂ. അവിടെ ചെന്ന് നേരിട്ട് കണ്ട് തന്നെ അറിയണം ആ ഒരു ഭംഗി. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. See you in our next video. Thanks for watching.